ത്രിയേക ദൈവത്തിന് സ്തുതി. നോമ്പിൻ്റെ 11-ാം ദിവസം ധ്യാനത്തിന് ആധാരമായ ചിന്താവിഷയം ക്രിസ്തുവിൻ്റെ ആധികാരികത, ദ അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യേശു ശബ്ബത്തിൽ പള്ളിയിൽ ചെന്ന് അധികാരത്തോടെ സംസാരിച്ചപ്പോൾ ജനങ്ങൾ അതിശയിച്ചു. ഒരു അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യൻ അവൻ്റെ മുമ്പിൽ നിന്ന് നിലവിളിച്ചു, നസ്രയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു. ഉടനെ യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ അശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി. ക്രിസ്തുവിൻ്റെ അധികാരം വ്യക്തിപരമാണ്. അവൻ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നു. അവൻ നമ്മുടെ തെറ്റുകളെ തുറന്നു കാട്ടുകയും സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ക്രിസ്തുവിൻ്റെ അധികാരം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനൊപ്പം നമുക്ക് ശരിയായ ദിശ നൽകുന്നതാണ്. യഥാർത്ഥ ആത്മീയ ജീവിതം ക്രിസ്തുവിൻ്റെ ആധികാരികതയ്ക്ക് കീഴടങ്ങുമ്പോഴാണ് ആരംഭിക്കുന്നത്. നോമ്പ് അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. നോമ്പ് അർത്ഥമുള്ളതാകുന്നത് പീഡിതനെ വിടുവിക്കുമ്പോഴാണ്. നോമ്പ് അർത്ഥമുള്ളതാകുന്നത് ബന്ധനത്തിലുള്ളവരുടെ ബന്ധനങ്ങളെ അഴിക്കുമ്പോഴാണ്. നോമ്പ് നോൽക്കുന്നത് വ്യക്തിപരമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാനാണ്. നോമ്പിൻ്റെ നാളുകളിൽ മറ്റുള്ളവരുടെ ആവശ്യമറിഞ്ഞ് അവർക്കൊരു തണലായി തീരുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധിപനായിട്ടും ഈ ഭൂമിയിൽ ദരിദ്രനെ പോലെ ജീവിച്ചു. ന്യായമുണ്ടായിട്ടും ന്യായാധിപൻ്റെ മുമ്പിൽ മിണ്ടാതെ നിന്ന് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശു കർത്താവിനെ നമുക്ക് ഓർക്കാം. കാനായിൽ നിന്ന് കാൽവറിയിലേക്കുള്ള പൊന്നു തമ്പുരാൻ്റെ യാത്രയിൽ നമുക്കും പങ്കാളികളാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നോമ്പിൻ്റെ ഈ ധന്യദിനങ്ങളിൽ അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് അങ്ങയോടൊപ്പം യാത്ര ചെയ്യുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും അടിയങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.